ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ അക്കാഡമിക് നിലവാരം അത്ര പോരാ എന്ന് അഭിപ്രായമുള്ള ഒരുപാട് പേരൻസ് ഉണ്ട്. മാത്രമല്ല കുട്ടികൾ വിദേശത്ത് പോയാൽ പഠിക്കാനുള്ള സാഹചര്യം പോലെ തന്നെ ജോലി കിട്ടാനുള്ള അവസരം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിദേശത്ത് പോകുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുകയാണ്. നമുക്കൊരു പക്ഷേ തൊഴിൽ സാഹചര്യം അത്ര കൂടുതൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കൂട്ടാൻ പറ്റും. അതിൽ അങ്ങ് ശ്രദ്ധ വയ്ക്കാൻ പോകുന്ന കാര്യം എന്തായിരിക്കും? പറഞ്ഞ സംഗതി ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ മലയാളികൾ ജോലിക്ക് വേണ്ടി പ്രവാസം എന്നുള്ളത് പതിറ്റാണ്ടുകളായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ നമ്മുടെ ജനസംഖ്യയുടെ 1/6 50 ലക്ഷത്തോളം ആളുകൾ പ്രവാസികളാണ്. പക്ഷെ ആ പ്രവാസം കൊണ്ട് നമ്മുടെ നാടിനൊരു കുഴപ്പമില്ല. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ള പ്രവാസം, ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്നു. അവരൊക്കെ അവരുടെ സമ്പാദ്യം നമ്മുടെ നാട്ടിൽ വിനിയോഗിക്കുകയാണ്. സത്യത്തിൽ അതുവഴി നമ്മുടെ നാട് സമ്പന്നമായി. 1 ലക്ഷം കോടി രൂപയുടെ വിദേശ പണമാണ് ഒരു വർഷം കേരളത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ നിങ്ങൾ പറഞ്ഞ ഈ ട്രെൻഡ്, പഠനത്തിനും തുടർന്ന് പഠിക്കുമ്പോൾ തന്നെ ജോലിയും പിന്നെ അവിടെ സിറ്റിസൺഷിപ്പും കഴിയുമെങ്കിൽ ചിലർ മാതാപിതാക്കളെ കൂടി അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നൊരവസ്ഥ കേരളത്തിൽ വല്ലാതെ വർദ്ധിച്ചു വരുന്നുണ്ട്. അത് നമ്മൾ ഭയപ്പെടണം. അപ്പോൾ അതിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ നല്ല നിലവാരമുള്ള സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ തൊഴിൽ സാധ്യതകൾ, പഠിക്കാനുള്ള സ്ഥാപനങ്ങൾ, തൊഴിൽ സാധ്യതകൾ ഇതിൻ്റെയൊക്കെ കുറവാണ് നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങനെയുള്ളൊരു മൈഗ്രേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിവിടെ ഒരുക്കുക എന്നുള്ളത് മാത്രമാണ് അതിനെതിരായൊരു പ്രതിവിധി. പ്രവാസം അല്ലെങ്കിൽ പുറത്തുപോയി പഠിക്കുന്നു, പുറത്തുപോയി ജോലിക്ക് നിൽക്കുന്നു എന്നുള്ളത് തെറ്റല്ല. കാരണം അത് അങ്ങനെ കൂടിയാണ് നമ്മുടെ രാജ്യം, നമ്മുടെ നാട് ഈ നിലയിൽ സമ്പന്നമായത്. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് തന്നെ നമ്മൾ ഫോറിൻ യൂണിവേഴ്സിറ്റികളൊക്കെ തുടങ്ങാം എന്നുള്ളത് ഞങ്ങളതല്ല, ഇതിന് തൊട്ട് മുമ്പുള്ള ഗവൺമെൻറ് തന്നെ തീരുമാനിച്ചു. അപ്പോൾ വിദേശ സർവകലാശാലകൾ പോലും വരാൻ പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും നല്ല അവസരങ്ങൾ നമ്മൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ ഒഴിഞ്ഞുപോക്കിന് ഉള്ള ഒരു പരിഹാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.